ബരാക് ഒബാമ ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ്? ബരാക് ഒബാമ ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ്? ഉത്തരം 6. ബരാക് ഒബാമ ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ്? 6. ലോകത്തിൽ ഏറ്റവുമധികം സംസാരിക്കുന്ന ഭാഷ? ലോകത്തിൽ ഏറ്റവുമധികം സംസാരിക്കപ്പെടുന്ന ഭാഷ? മാൻഡറിൻ. ലോകത്തിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഭാഷ മാൻഡറിൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയഗീതമായി അംഗീകരിച്ച വർഷം? വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയഗീതമായി അംഗീകരിച്ച വർഷം? 1950. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയഗീതമായി അംഗീകരിച്ച വർഷം? 1950. കാലാവസ്ഥ പ്രവചനം, സമുദ്ര നിരീക്ഷണം എന്നിവയ്ക്കായി 2009 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം? കാലാവസ്ഥ പ്രവചനം, സമുദ്ര നിരീക്ഷണം എന്നിവയ്ക്കായി 2009 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം? ഓഷ്യൻസാറ്റ് 2. കാലാവസ്ഥ പ്രവചനം, സമുദ്ര നിരീക്ഷണം എന്നിവയ്ക്കായി 2009 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം? ഓഷ്യൻസാറ്റ് 2. ഇന്ത്യൻ വിപണിയിലെ നാനോ കാർ നിർമ്മാതാവ്? ഇന്ത്യൻ വിപണിയിലെ നാനോ കാർ നിർമ്മാതാവ്? ടാറ്റ. ഇന്ത്യൻ വിപണിയിലെ നാനോ കാർ നിർമ്മാതാവ്? ടാറ്റ. സൗരയൂഥത്തിൽ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്? സൗരയൂഥത്തിൽ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്? ഗാനിമീഡ്. സൗരയൂഥത്തിൽ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഗാനിമീഡ്. കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേയൊരു പാമ്പ്? കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേയൊരു പാമ്പ്? രാജവെമ്പാല. കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേയൊരു പാമ്പ്? രാജവെമ്പാല. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രൊജക്ട് അഡ്വൈസറായി സ്ഥാനമേറ്റ ആദ്യ വനിത? ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രൊജക്ട് അഡ്വൈസറായി സ്ഥാനമേറ്റ ആദ്യ വനിത? ടെസ്സി തോമസ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രൊജക്ട് അഡ്വൈസറായി സ്ഥാനമേറ്റ ആദ്യ വനിത? ടെസ്സി തോമസ്. സുനാമി ദുരന്തം നടന്ന ദിവസം? 2004 ഡിസംബർ 26. സുനാമി ദുരന്തം നടന്ന ദിവസം? 2004 ഡിസംബർ 26. സുനാമി ദുരന്തം നടന്ന ദിവസം? 2004 ഡിസംബർ 26. കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ ഓർ പട്ടിക? കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക? ഉത്തരം 10. കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ ഓർ പട്ടിക? ഉത്തരം 10. യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതുനാണയം? യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതുനാണയം? യൂറോ. യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതുനാണയം? യൂറോ. BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി? BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി? ഉത്തരം മോൺസാൻറ്റോ. BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി? മോൺസാൻറ്റോ. മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള 5-അംഗ സമിതി ചെയർമാൻ? മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള 5-അംഗ സമിതി ചെയർമാൻ? ഉത്തരം ജസ്റ്റിസ് AS ആനന്ദ്. മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള 5-അംഗ സമിതി ചെയർമാൻ? ജസ്റ്റിസ് AS ആനന്ദ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി? വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി? വയനാട്. റാൻ ഓഫ് കച്ചുമായി ബന്ധപ്പെട്ടത്? റാൻ ഓഫ് കച്ചുമായി ബന്ധപ്പെട്ടത്? റാൻ ഓഫ് കച്ചുമായി ബന്ധപ്പെട്ടത്? ഉത്തരം ദേശീയ സമുദ്ര ഉദ്യാനം. റാൻ ഓഫ് കച്ചുമായി ബന്ധപ്പെട്ടത് ദേശീയ സമുദ്ര ഉദ്യാനം. ബഹിരാകാശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? ബഹിരാകാശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? ഉത്തരം എക്സോബയോളജി. ബഹിരാകാശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എക്സോബയോളജി. 2010 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്? 2010 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്? 2010 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്? ONV കുറുപ്പ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം? രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം? രാജസ്ഥാൻ. 11-ാം പഞ്ചവത്സര പദ്ധതി 2007-2012 ലക്ഷ്യമിടുന്ന വളർച്ചാ നിരക്ക്? 11-ാം പഞ്ചവത്സര പദ്ധതി 2007-2012 ലക്ഷ്യമിടുന്ന വളർച്ചാ നിരക്ക്?
ഉത്തരം 9%. 11ാം പഞ്ചവത്സര പദ്ധതി 2007 to 2012 ലക്ഷ്യമിടുന്ന വളർച്ചാ നിരക്ക്. ഉത്തരം 9%. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ്. സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ജെ.സി. ബോസ്. സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ജെ.സി. ബോസ്. സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ജെ.സി. ബോസ്. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി. സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി. സ്ട്രാറ്റോസ്ഫിയർ. അന്റാർട്ടിക്കയിലെ ആദ്യ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രം. അന്റാർട്ടിക്കയിലെ ആദ്യ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രം. ദക്ഷിൺ ഗംഗോത്രി. അന്റാർട്ടിക്കയിലെ ആദ്യ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രം. ദക്ഷിൺ ഗംഗോത്രി. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് 2011 അധികാരഭ്രഷ്ടനായ ഈജിപ്ഷ്യൻ ഭരണാധികാരി. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് 2011 അധികാരഭ്രഷ്ടനായ ഈജിപ്ഷ്യൻ ഭരണാധികാരി. ഉത്തരം ഹൊസ്നി മുബാറക്. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് 2011 അധികാരഭ്രഷ്ടനായ ഈജിപ്ഷ്യൻ ഭരണാധികാരി ഹൊസ്നി മുബാറക്. ഇപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ബരാക് ഒബാമ ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്? 6. ലോകത്തിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഭാഷ? മാൻഡറിൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? മുംബൈ. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയഗീതമായി അംഗീകരിച്ച വർഷം? 1950. കാലാവസ്ഥാ പ്രവചനം, സമുദ്ര നിരീക്ഷണം എന്നിവയ്ക്കായി 2009 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം? ഓഷ്യൻ സാറ്റ് 2. ഇന്ത്യൻ വിപണിയിലെ നാനോ കാർ നിർമ്മാതാവ്? ടാറ്റ. സൗരയൂഥത്തിൽ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്? ഗാനിമീഡ്. കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേയൊരു പാമ്പ്? രാജവെമ്പാല. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രൊജക്റ്റ് അഡ്വൈസറായി സ്ഥാനമേറ്റ ആദ്യ വനിത? ടെസ്സി തോമസ്. സുനാമി ദുരന്തം നടന്ന ദിവസം? 2004 ഡിസംബർ 26. കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക? 10. യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതു നാണയം? യൂറോ. BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി? മോൺസാൻഡോ. മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള 5-അംഗ സമിതി ചെയർമാൻ? ജസ്റ്റിസ് AS ആനന്ദ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി? വയനാട്. റാൻ ഓഫ് കച്ചുമായി ബന്ധപ്പെട്ടത്? ദേശീയ സമുദ്ര ഉദ്യാനം. ബഹിരാകാശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? എക്സോബയോളജി. 2010 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്? ONV കുറുപ്പ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം? രാജസ്ഥാൻ. 11ാം പഞ്ചവത്സര പദ്ധതി 2007 to 2012 ലക്ഷ്യമിടുന്ന വളർച്ചാ നിരക്ക്? 9%. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾക്കൊള്ളുന്ന ലിസ്റ്റ്? കൺകറൻറ്റ് ലിസ്റ്റ്. സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ? ജെ.സി. ബോസ്. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി? സ്ട്രാറ്റോസ്ഫിയർ. അന്റാർട്ടിക്കയിലെ ആദ്യ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രം? ദക്ഷിൺ ഗംഗോത്രി. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് 2011 അധികാരഭ്രഷ്ടനായ ഈജിപ്ഷ്യൻ ഭരണാധികാരി? ഹൊസ്നി മുബാറക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു.